ഫിഫ ലോകകപ്പിൽ ഇറാഖിനെതിരെ തകർപ്പൻ ജയവുമായി ഫ്രാൻസ്. കനത്ത മഴയെ തുടർന്ന് മത്സരം മണിക്കൂറുകളോളം നിർത്തിവെച്ചതിനു ശേഷം പുനരാരംഭിച്ച ശേഷമാണ് ഫ്രാൻസ് എതിരില്ലാതെ 3 ഗോളുകൾക്ക് ജയമുറപ്പിച്ചത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ തന്റെ 100ാം മത്സരം കളിക്കുന്ന ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഫ്രാൻസിന് കരുത്തായത്. ഉസ്മാൻ ഡെംബലെയാണ് ഫ്രാൻസിന്റെ 3ാം ഗോൾ നേടിയത്. ജയത്തോടെ ഫ്രാൻസ് നോക്കൌട്ട് ഉറപ്പിച്ചു. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് ഐയിലെ പോരാട്ടം ഫ്രാൻസും ഇറാഖും തമ്മിലായിരുന്നു. നമുക്കറിയുന്നത് പോലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് സെനഗലുമായി വിജയിച്ചിരുന്നു. ഇറാഖ് നോർവേയോട് പരാജയപ്പെട്ടിരുന്നു. രണ്ടാം മത്സരത്തിൽ ഇറാഖ് വളരെ ഡിഫെൻസീവായ ഒരു ഫോർമേഷനിലായിരുന്നു. 5-4-1 എന്ന ഫോർമേഷനിലായിരുന്നു ടീമിനെ ഒരുക്കിയത്. അതുപോലെ തന്നെ ഫ്രാൻസ് 4-2-3-1 എന്ന രീതിയിലായിരുന്നു. ഈ മത്സരത്തിലേക്ക് വന്നാൽ മത്സരത്തിൽ കൂടുതലും ആക്രമിച്ച് കളിച്ചത് ഫ്രാൻസ് തന്നെയായിരുന്നു. 50% മുകളിൽ 60% ഗോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് മത്സരത്തിലൊക്കെ ഉടനീളം ഫ്രാൻസ് കളിച്ചിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഷോട്ടുകളും ഫ്രാൻസ് തന്നെയാണ്. മത്സരത്തിൽ കൂടുതൽ ഷോട്ടുകൾ കളിച്ചതും ഫ്രാൻസ് തന്നെയാണ്. ഓൺ ടാർഗറ്റും കൂടുതൽ ഫ്രാൻസിനായിരുന്നു. മത്സരത്തിൽ വെറും 4 ഷോട്ടുകൾ കളിച്ച ഇറാഖിന് ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് കളിക്കാനായിരുന്നില്ല. മത്സരത്തിൽ 14ാം മിനിറ്റിലായിരുന്നു എംബാപ്പയുടെ ഗോൾ. എംബാപ്പയുടെ അതിമനോഹരമായൊരു ഗോളായിരുന്നു. വലത് ബോക്സിന് വെളിയിൽ നിന്നും ഡി ഏരിയയുടെ അടുത്ത് നിന്നും ഇടങ്കാലുകൊണ്ട് ഒരു മനോഹരമായ പവർഫുൾ ഷോട്ടായിരുന്നു. ഒലീസ് നൽകിയ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു ആദ്യ ഗോൾ പിറന്നത് 14ാം മിനിറ്റ്. പിന്നീട് ഫ്രാൻസും ആക്രമിച്ച് കളിച്ചെങ്കിലും ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മാച്ച് 45ാം മിനിറ്റിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. മോശം കാലാവസ്ഥ മൂലം തണ്ടർ സ്റ്റോം ആണ് റിപ്പോർട്ട് ചെയ്തത്. മോശം കാലാവസ്ഥ മൂലം മാച്ച് നിർത്തിവെച്ചു. പിന്നീട് സ്റ്റാർട്ട് ചെയ്ത മാച്ചിൽ 54ാം മിനിറ്റിൽ, പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് മാച്ച് റീസ്റ്റാർട്ട് ചെയ്തത്. 54ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബെലയുടെ പാസിൽ എംബാപ്പെ വീണ്ടും ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. 54. അങ്ങനെ ഈ മത്സരത്തിൽ 2 ഗോളുകളാണ് എംബാപ്പെ നേടിയത്. പിന്നീട് അങ്ങോട്ടേക്കും ഇറാഖിൻ്റെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ സിദാനി ഇക്ബാൽ മിഡ്ഫീൽഡ് നിയന്ത്രിച്ച് കളിച്ചിരുന്നു. എന്നിരുന്നാലും അവർക്ക് നല്ലൊരു നീക്കം നടത്തി ഗോൾ കണ്ടെത്താനായില്ല 2ാം പകുതിയിൽ. പിന്നീട് ഗോൾ പിറന്നത് 66ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബെലയുടെ ഗോളായിരുന്നു. അവരുടെ മുന്നേറ്റ താരം തന്നെയായിരുന്നു ഉസ്മാൻ ഡെംബെലയുടെ ഗോൾ. അതിന് അസിസ്റ്റ് നൽകിയും ഒലീസ് ആയിരുന്നു. അങ്ങനെ 2 അസിസ്റ്റായിരുന്നു ഒലീസിൻ്റെ വക ഇന്നുണ്ടായിരുന്നത്. 2 അസിസ്റ്റ് ഒലീസ് 2 അസിസ്റ്റ് നൽകിയപ്പോൾ 2 ഗോളുകൾ എംബാപ്പെ നേടി ഈ മത്സരത്തിൽ. 1 ഗോൾ ഉസ്മാൻ ഡെംബെലെ. അങ്ങനെ 3-0 വിജയമായിരുന്നു ഫ്രാൻസ് ഇന്ന് കളി. ഫ്രാൻസിനെ പോലുള്ളൊരു വമ്പൻ ടീമിനോട് പൊസഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്നതിൽ വളരെ പിറകോട്ട് പോകാതെ അവരുടെ താരങ്ങളായ സിദാനി ഇക്ബാൽ, അതുപോലെ തന്നെ അഹമ്മദ് കസീം, അലിയൽ ഹമാദി എന്നിവരുടെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. 76ാം മിനിറ്റിൽ നല്ലൊരു നീക്കം നടത്തിയിരുന്നു ഇറാഖ്. നല്ലൊരു നീക്കം. അത് നിർഭാഗ്യവശാൽ ഗോളായില്ല എന്ന് മാത്രം. ഫ്രാൻസിന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഇറാഖിനെ പോലെയൊരു ടീമിന് 3-0 വിജയം മാത്രമാണ് ഫ്രാൻസിന് നേടാൻ കഴിഞ്ഞത്. ഇറാഖ് ഒരു 40% ഗോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ചിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ കളിയിൽ ഇരട്ട ഗോളുകൾ നേടിയ എംബാപ്പെ ഈ കളിയിലും ഇരട്ട ഗോളുകൾ നേടി കളിയിലെ താരമായി. കഴിഞ്ഞ കളിയിലെ താരമായ ഒലീസും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് അങ്ങനെ എംബാപ്പെ ആവുകയും 3-0 വിജയം നേടി അടുത്ത ഘട്ടത്തിലേക്ക് ഫ്രാൻസ് കടക്കുകയും ചെയ്തു.